ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു ബ്ലോക്ക് കാണില്ലേ, ഞങ്ങൾ പെരിന്തൽമണ്ണ പകലകം റിസോർട്ടിൽ പോയി നടങ്ങി വരുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നത്. ഇതെന്തുകൊണ്ടോന്നും അറിയില്ല, ഈ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ വമ്പം ബ്ലോക്ക് ഇല്ല. അത് ഞാൻ പറയാതെ തന്നെ ഈ മലപ്പുറം വഴി പെരിന്തൽമണ്ണ പോകുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. എങ്ങനെ വന്നാലും 20 മിനിറ്റ്, ചിലപ്പോൾ 30 മിനിറ്റ്, 15 മിനിറ്റ് ഒക്കെ ഇവിടെ വെയിറ്റിംഗ് ഉണ്ടാവും. അത്രയ്ക്ക് ബ്ലോക്ക്. എന്തുകൊണ്ടാണ് അവിടെ ഇത്ര ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എപ്പോൾ പോയാലും അവിടെ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. ഞങ്ങളൊരു ദിവസം ഈ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എയിലെ പോയിക്കണം. ഞങ്ങൾ മലപ്പുറം മേൽമുറിയിലുള്ളത്. മേൽമുറിയിൽ ഞങ്ങൾ നേരെ മഞ്ചേരി ആനക്കയം വഴി ആനക്കയത്തിൽ നിന്ന് പിന്നെ എങ്ങോട്ടത് ചാടിയത് പാണ്ടിക്കാട് പോയിട്ടില്ല. ആനക്കയത്തിൽ നിന്ന് ഏതൊക്കെ റോഡ് കൂടെ ഒക്കെ പോയിട്ടാണ്ട് ഏതായാലും പട്ടിക്കാട് വഴി അങ്ങനെ പെരിന്തൽമണ്ണ ജംഗ്ഷനിലേക്ക് ചാടിയിരുന്നു കേട്ടോ. എന്തിനാ അങ്ങനെ പോയത് വെച്ചാൽ ഈ ഒരു ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അത്രയും സമയം അവിടെ പോകും. അങ്ങനെയാണ് ഞങ്ങൾ അന്ന് പെരിന്തൽമണ്ണക്ക് പോയത് കേട്ടോ. അപ്പോൾ ഈ ബ്ലോക്ക് കണ്ടപ്പോൾ ഞാൻ വേഗം അതായി എങ്ങനെ പോയതാണ്. അങ്ങനെ അതെല്ലാം ബ്ലോക്കിനൊക്കെ കഴിച്ചിലായി രക്ഷപ്പെട്ട് ഇവിടെ ഞങ്ങൾ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയിട്ട്. കരിമ്പ് ജ്യൂസ് കുടിക്കാൻ കയറിയതല്ല, ആഴ്ചത്തെ നമുക്ക് നാരങ്ങ ലൈം ഉണ്ടെങ്കിൽ കുടിക്കാൻ കയറിയിരുന്നു. അപ്പോൾ ലൈം ഇവിടെ ഇല്ല. ഇവിടെ കരിമ്പ് ജ്യൂസ് ആണ് കിട്ടും. അപ്പോൾ കരിമ്പ് ജ്യൂസ് ഇവിടെ കുപ്പിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ് എന്തൊക്കെയാണ് അത് കുടിക്കാറ്. പക്ഷെ അത് കുടിച്ച് ഗ്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര മധുരം. കുറേശ്ശെ മധുരം യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ മധുരം കുടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ആ ജ്യൂസ് ബുദ്ധിമുട്ടൊക്കെ ഞാൻ നല്ല സംസാരം വരുന്നത് അത് വാങ്ങിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കാര്യമായിട്ട് വന്നത് എന്താ വെച്ചാൽ ഈ അങ്ങാടിപ്പുറത്ത് ബ്ലോക്ക് നിനക്ക് ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് വന്നതൊക്കെ. അപ്പോൾ ഈ ബ്ലോക്ക് അറിഞ്ഞവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതിൽ കുടുങ്ങിയവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.